ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വ്യക്തിയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹമാണ് അഭിലാഷ്. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയുടെ ഫ്രെയിം മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരു കടയിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ് അഭിലാഷിനെ. ശരിക്കും പരിചയപ്പെടാൻ ഒരു കാരണമുണ്ട്. അഭിലാഷ് എന്നെ കണ്ട ഉടനെ ഒരു ചോദ്യം, ശ്രീലക്ഷ്മി ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. സത്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് പതറി, എന്താണ് എവിടെയാണ് കണ്ടതെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ അഭിലാഷ് ആ കാര്യം പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാതോട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകളല്ലോ ഒരു പ്രോഗ്രാമിന് ചെയ്തല്ലോ, അന്നല്ലേ നവരാത്രിയുടെ ഓർമ്മയുണ്ടോ? ചിലപ്പോഴേ പറ്റത്തോള് വയസ്സ് കൂട്ടിയത് കൊണ്ട് ചിലപ്പോ കേറാൻ പറ്റില്ല. പിന്നെ എന്താ പറഞ്ഞ കുഴപ്പമില്ല, ചേച്ചി തന്നെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആളെ പിടികിട്ടിയത്. അന്ന് കണ്ട ആ സ്നേഹം കൊണ്ട് തന്നെയാവാം പാവം എനിക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം അച്ഛൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കുമ്പോൾ നാളെ തന്നെ എനിക്കത് കിട്ടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം അഭിലാഷ് ശരിക്കും ഒന്ന് കഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ചെന്നിട്ട് സാധനം എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു സമയവും പിന്നെ അടുത്തടുത്ത് പോയാ സാധനം എടുത്തുകൊണ്ട് വന്നു. അഭിലാഷ് നല്ലൊരു കലാകാരനാണ് കേട്ടോ, നല്ലൊരു ചിത്രകാരനാണ്. നന്നായിട്ട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കും. പ്രത്യേകിച്ചും അത് ശ്രീകൃഷ്ണ ചിത്രങ്ങളുമാണ് കേട്ടോ. കൃഷ്ണഭക്തനാണ് നമ്മുടെ അഭിലാഷ്. കൂടുതലും കൃഷ്ണനെ വരയ്ക്കുന്നത്. കൃഷ്ണനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ. നമ്മള് കാപ്പി ഇടുന്ന പൊടിയില്ലേ, അത് വെച്ച് പടങ്ങളൊക്കെ. അങ്ങനെ ഞാൻ രക്താ മേഡത്തിനെ വിളിക്കുന്നത്. ഞാൻ 2-3 ആൽബം ചെയ്തായിരുന്നു. മെയിൻ ആയിട്ടല്ല, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് SK സിനി ഹോമില് 2-3 ആൽബം ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്പിളി ചേച്ചിക്ക് കൂടെ ചെയ്ത് അഭിനയിക്കാണോ? അഭിനയിച്ച് ആർട്ടിസ്റ്റ് ആയിട്ട്, മെയിൻ ആർട്ടിസ്റ്റ് അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ തിയേറ്ററിന്റെ ഇവിടെ കാട്ടിൽ അമ്പലത്തില് അമ്പിളി ചേച്ചി ചെയ്തത് ഓൾസറിയല്ലേ. അപ്പൊ അഭിലാഷ് ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ പ്രിന്റ് വർക്കിങ് അങ്ങനെയൊക്കെ. ലാമിനേഷൻ ആ ലാമിനേഷൻ പടങ്ങളൊക്കെ ചെയ്യുന്നത്. ഗ്ലാസിന്റെ അത്ര ഇതായിട്ട് ചെയ്യത്തില്ല. ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്ന പോണവ. പിന്നെ ബാക്കി ഇതിന്റെ ഒക്കെ ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. ഫുള്ള് ദൈവങ്ങളുടെയും ദൈവങ്ങളുടെ നടുക്കിരിക്കുന്നോണ്ട് എനിക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലേ. അച്ഛൻ്റെ ഫോട്ടോയുടെ ഫ്രെയിമിന് ചെറിയൊരു പൊട്ടലുണ്ടായതുകൊണ്ടാണ് ഞാൻ പുതിയ ഒരു ഫ്രെയിം ചെയ്തത്. അപ്പോൾ എന്നോട് അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു, വിഷമിക്കണ്ട, ഇത് ചീത്തയാവാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ദൈവങ്ങൾക്കൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഈ കൂട്ടുകാരന് ഒരുപാട് ഉയർച്ചയുണ്ടാകട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അത്രയ്ക്കും നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. നമ്മൾ ഉമാമഹേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നാണ് നമ്മുടെ ഈ സലീം ഗ്ലാസ് കട സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ അഭിലാഷ് ജോലി ചെയ്യുന്നത്. എന്തായാലും ഞാൻ അച്ഛൻ്റെ ഫോട്ടോയും ഫ്രെയിം ചെയ്തതും വാങ്ങിച്ച് ഞാൻ അഭിലാഷിനോടൊരു ടാറ്റയും ഒരാശംസയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നുടനെ അപ്പുക്കുട്ടൻ ഫോട്ടോയും വാങ്ങിച്ച് അകത്തേക്ക് പോയി. അങ്ങനെ അപ്പൂപ്പൻ്റെ ഫോട്ടോ കവറൊക്കെ മാറ്റി അപ്പൂപ്പൻ്റെ ഫോട്ടോ